ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ മറ്റൊരു വ്ലോഗുമായിട്ട് നമ്മൾ വന്നേക്കാണ്. ഇന്ന് നമ്മുടെ പരിപാടി അതിന്റെ പരിപാടിയോ ഒരുപാട് പോയിട്ടുള്ള. എന്നാൽ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ബുർജ് ഖലീഫയിലേക്ക് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബുർജ് ഖലീഫയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടൈനും കാണുന്ന ഇന്നത്തെ നമ്മുടെ യാത്രയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒരാളെ സ്പെഷ്യലായിട്ട് ബുർജ് ഖലീഫ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ആര്യാ? അതെ, പുറകിൽ ഇരിപ്പുണ്ട്. ആന്റീനെ ഇന്ന് വെറുതെ കാണിക്കാൻ കൊണ്ടുപോകുന്നതല്ല, ആന്റി ഞങ്ങളുടെ അടുത്ത് നിർത്തി പോവാ നാട്ടിലേക്ക്. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ 2-3 വർഷം ജോലിയൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ കാര്യമായിട്ട് നോക്കിയിട്ട് ആന്റി മാറിക്കേ, ആന്റീനെ ഒന്ന് കാണിക്കട്ടെ. ആന്റിക്ക് ഇന്ന് ബുർജ് ഖലീഫ കാണാനൊരു ആഗ്രഹം. അങ്ങനെ ആന്റീനെ കൂട്ടി ഞങ്ങള് ആന്റി പോകുന്നതിന് മുമ്പായിട്ട് ബുർജ് ഖലീഫ കാണാൻ വേണ്ടി പോവാ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ നമ്മള് ഫുള്ള് ഞങ്ങളുടെ യാത്രയൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഇറങ്ങിയപ്പം വൈകുന്നേരമായിരുന്നു, ഇപ്പൊ രാത്രിയായി. അമ്മ മാരകമായിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളു ഈ ബുർജ് ഖലീഫയിലേക്ക്. പക്ഷെ അമ്മ ഓടിച്ച് രാത്രി ആക്കിക്കണം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത്. നമ്മുടെ മമ്മൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കുമെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ഗ്രാൻഡ് ഹയാത്ത്. എന്ത് ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഓണാക്കിയിട്ട് സ്റ്റേഡിയം ഓണാക്കിയിട്ടുണ്ട് അവിടെ. എന്താ നല്ല രസമാട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആ കാണുന്ന ലൈനിൽ ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ടോ? ആ ലൈനിലാണ് ബുർജ് ഖലീഫ ഉള്ളത്. ദുബായ് ഫ്രെയിം ഉണ്ട്. അതെന്നറിയാവോ? ആ ബോൾ എന്നാന്നറിയാവോ? എനിക്കത് ഇതുവരെ നമ്മൾ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കാണിച്ചിട്ടില്ല. ഇതുകൊണ്ട് ഈ റോഡിൽ കയറി 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇടതുവശത്ത് കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇതിന്റെ അകത്തും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ശരിക്കും ഇതിനകത്ത് കയറാൻ ഫ്രീ എൻട്രി ആണ് ഒരു നിലയിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിലേക്ക് പോകാൻ വേണ്ടി എന്തോ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ടോ? എന്താ രാത്രി ആയി കഴിഞ്ഞാൽ ഇത് കാണാൻ കൂടുതൽ. അങ്ങനെ നമ്മള് ബുർജ് ഖലീഫയും ദുബായ് മാളൊക്കെ ഉള്ള സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ നമ്മളൊരു നല്ലൊരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ട് പോകണം. കണ്ടോ, ഈ ഒരു സ്ഥലം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഇവിടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ ഒക്കെ ഇപ്പൊ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഡൗൺ ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസിന്റെ അല്ലാതെ എല്ലാത്തിൻ്റെ ഒരു അലങ്കാരപ്പണികളിലൊക്കെ നമ്മൾ സാധാരണ പാർക്ക് ചെയ്യുന്നത് ദുബായ് മാളിന്റെ അകത്താണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ സൂക്കൽ ബാഹർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സൂക്കൽ ബാഹറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുർജ് ഖലീഫയിലേക്ക് ഡയറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് അങ്ങ് ചെല്ലാം. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും ഉണ്ട്. നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് പോകാം. ഇതേ ഞങ്ങൾ ചേച്ചീനെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞങ്ങൾ ഫുൾ സെറ്റപ്പായിരുന്നു ചേച്ചിയുള്ള. കണ്ടോ, പിന്നെ അല്ല ബുർജ് ഖലീഫയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ചേച്ചി ഇത് ഫുള്ള് മോഡേണായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഇത് ചേച്ചി ഫുള്ള് സെറ്റപ്പിലാണ് ബുർജ് ഖലീഫ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. നമ്മൾ സൂക്കൽ ബാഹാറിൽ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മൾ ഈ ദുബായ് മാളിൽ കൂടെ ഒരുപാട് നടക്കുന്നതിന് പകരം സൈഡിൽ കൂടെ ഇതുപോലെ ഒരു പാസേജ് ഉണ്ട്. ഈ പാസേജിൽ കൂടെ നമുക്ക് നേരെ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് ചെന്നതാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ സാധാരണ പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്ന അതിൻ്റെ അകത്തൂടെ മുഴുവൻ നടന്ന് മടുക്കും ഇവിടെ എത്തുമ്പോഴത്തേക്ക്. ഇതാവും നമുക്ക് ഡയറക്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ചെല്ലാം. ഇത് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. പർച്ചേസ് ചെയ്യുന്നവർക്ക് അവിടെ അതുപോലെ നമുക്ക് പർച്ചേസ് ഉണ്ട് ഇതിനകത്തൂടെ. അല്ല, ആൻറ്റി കടകളിലൊക്കെ ആസ്വദിച്ച് ഫുൾ സെറ്റപ്പിൽ നടന്നിട്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ നേരെ വന്നിറങ്ങിയ കണ്ടോ, ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലേക്കാണ് വന്നിറങ്ങി. അപ്പോൾ ഇത് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ. കണ്ടോ, എന്തി തൊമ്മൂന്തി തൊമ്മൂങ്ങി ബാ. അത് ഗുഡാണോ, സൂപ്പറാണോ? ഞങ്ങൾ അപ്പുറത്തെ സൈഡില് സാധാരണ വരാറ്.
ബുർജ് ഖലീഫയുടെ കറക്റ്റ് ലൈറ്റിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ എത്ര പ്രാവശ്യം വന്ന് കണ്ടാലും നമുക്ക് മടിക്കുകയില്ല. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇതുണ്ട്. എല്ലാ ദിവസവും കാണും, നല്ല തിരക്കാണ്. ഇന്നിപ്പം തിരക്ക് ഇച്ചിരി കുറവുണ്ട്. അപ്പം ഇതിന് നേരെ എതിർവശത്താണ് ഇപ്രാവശ്യം കൂടുതൽ ആൾക്കാരാണല്ലോ. അപ്പുറത്ത് ഈ കാണുന്ന വാട്ടർ ഫ്രണ്ടിൻ്റെ വാട്ടർ ബോഡിയുടെ നേരെ അപ്പുറത്തെ വശത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അവിടെയെല്ലാം നിറച്ച ആൾക്കാരാണ്. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇനി നമ്മൾ ഫൗണ്ടൻ ഇതായി നല്ല മ്യൂസിക്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്നത് തന്നെ ഫൗണ്ടൻ കാണാനാണ്. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലുള്ള ഫൗണ്ടൻ ആൻറ്റിക്ക് ഇത് കാണണമെന്ന് പറഞ്ഞിട്ടാണേ. അപ്പോൾ ഇതേ ഈ ആൾക്കാർ മുഴുവൻ ഈ ഫൗണ്ടൻ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം നല്ല അടിപൊളി ഒരു ഫൗണ്ടൻ അതെ അവിടെ സ്റ്റാർട്ട് ചെയ്തു ഉണ്ടാവും. ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ നിൽക്കുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഏതെല്ലാം രാജ്യങ്ങളിൽ കൂടെയുള്ള ആൾക്കാരുണ്ടെന്നറിയോ? ഫുള്ള് ആ സൈഡിലേക്കൊന്നും അടുക്കത്തില്ല, നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അപ്പുറത്തുനിന്ന് ദുബായ് മാളിൻ്റെ സ്ഥലത്തെത്തി. നോക്കി എന്ത് തിരക്കാ നോക്കി. ഫൗണ്ടൻ കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം പുറത്തിറങ്ങി നിൽക്കുക. നമ്മൾ ആ സൈഡിൽ നിന്ന് നന്നായി അല്ലേ? നമ്മളെ എങ്ങനെയുണ്ട് ആൻറ്റി? ആൻറ്റി ഹാപ്പി ആണോ? ആണോ? ആൻറ്റി കറക്റ്റ് വന്ന സമയത്ത് കൃത്യം ലൈറ്റ് ഷോയും ഉണ്ടായിരുന്നു, ലേസർ ഷോയും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഫൗണ്ടനും കിട്ടി. അതെ അതെ, ഞങ്ങൾ ആ ഭാഗത്തേക്ക് വന്നുകൊണ്ട് തിരക്കില്ലാതെ അങ്ങനെ ആൻറ്റിയുടെ ആഗ്രഹം തൽക്കാലത്തേക്ക് സെറ്റായി. ഫുഡോ? അങ്ങനെ താൽക്കാലികമായിട്ട് ആൻറ്റി ഞങ്ങളുടെ അടുത്ത് നിന്ന് 2-3 വർഷത്തിന് ശേഷം നിർത്തിയിട്ട് പോവാന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൻറ്റി തിരിച്ച് എന്തായാലും ആൻറ്റി തിരിച്ചു വരണ്ടേടാ പോയിട്ട്. പോയിട്ട് തിരിച്ചു വരണ്ടേ? വരണോ? ആണോ? അപ്പോൾ തൽക്കാലം ആൻറ്റി നമ്മുടെ സ്പെഷ്യൽ താങ്ക് യു ഫോർ 3 വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ. അതെ, 3 വർഷം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആൻറ്റിക്ക് സ്പെഷ്യൽ ട്രിബ്യൂട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ആൻറ്റി പോയി ആൻറ്റിയുടെ കാര്യങ്ങളെല്ലാം നാട്ടിൽ പോയി നടത്തിയിട്ട് തിരിച്ചു വരട്ടെ അല്ലേ? എത്രയും പെട്ടെന്നൊരു എന്തായാലും 5-6 മാസം ഗ്യാപ്പ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഓക്കെ, എന്നാൽ ശരി, ബൈ.